ഇറാന് അമേരിക്കക്കെതിരെ വലിയ കുറ്റപ്പെടുത്തലുമായി രംഗത്ത് വന്ന സാഹചര്യം കൂടി നിലവിൽ വരികയാണ്. അതായത് ഒരു ലക്ഷ്യം പോലും അവർ നേടിയില്ല. US ചർച്ചയ്ക്കായി കെഞ്ചുന്നുവെന്നാണ് ഇപ്പോൾ അബ്ബാസ് അരഗ്ചി പറഞ്ഞു വെക്കുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്കായി US തങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്നും ഈ അപേക്ഷ വേണമെങ്കിൽ പരിഗണിക്കാം എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറയുകയാണ്. യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാൻ US കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ വലിയ സൂപ്പർ പവറിനെയാണ് ഇറാൻ എതിർത്ത് നിന്നത്. അവർ ഇതിൽ ഒരു ലക്ഷ്യം പോലും നേടിയിട്ടില്ല. വളരെ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ അമേരിക്കയെ ചൊടിപ്പിക്കും വിധം, ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കും വിധം ഇറാൻ പറഞ്ഞു വെക്കുകയാണ്. അവരുടെ അപേക്ഷ നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് റഷ്യൻ മാധ്യമങ്ങളോട്, ഇപ്പോൾ റഷ്യൻ സന്ദർശനത്തിലാണല്ലോ അബ്ബാസ് അരഗ്ചി ഉള്ളത്, റഷ്യൻ മാധ്യമങ്ങളോട് അല്പം മുമ്പ് അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കുകയും മറ്റും ചെയ്തത്. അദ്ദേഹത്തിന്റെ ടെലഗ്രാം അക്കൗണ്ടിലെ പോസ്റ്റ് ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ഇക്കാര്യം വ്യക്തമാക്കുകയായിരുന്നു. ഒരു ലക്ഷ്യവും സാധിക്കാത്തതിനാണ് ഇപ്പോൾ ട്രംപ് ചർച്ചകൾക്കായി ശ്രമിക്കുന്നത്. അത് പാകിസ്ഥാനെ മധ്യസ്ഥരാക്കി എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു തരത്തിലും ഇറാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കില്ല എന്നുള്ള ട്രംപിന്റെ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനയും ട്രംപിന്റെ മനസ്സിലിരിപ്പ് അതാണ് എന്ന പ്രസ്താവനയും ഇപ്പോൾ പുറത്തു വന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് പശ്ചിമേഷ്യൻ ചർച്ചകളിൽ, സമാധാന ചർച്ചകളിൽ ഒരു തരത്തിലുള്ള മുന്നോട്ട് പോക്കും ഉണ്ടാക്കുന്നില്ല എന്നതിൻ്റെ സൂചന കൂടിയല്ലേ അജയ്? തീർച്ചയായിട്ടും ഇപ്പോൾ എന്തായാലും ഇറാൻ്റേതായിട്ട് മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പലതും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. അതിലേറ്റവും പ്രധാനം ആണവ വിഷയങ്ങൾ തന്നെയാണ്. അതായത് ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാന് തങ്ങളുടെ ആണവ സ്വാതന്ത്ര്യം നൽകണം. അതായത് ഇപ്പോൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിക്കുന്ന വിഷയത്തിലാണെങ്കിലും മറ്റ് ആണവായുധം ഡെവലപ്പ് ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ഇറാന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ആദ്യഘട്ട ചർച്ചകളുടെ ഭാഗമായി ഇറാൻ മുന്നോട്ട് വെച്ചത് വേണമെങ്കിൽ 5 വർഷത്തേക്ക് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാം. പക്ഷേ അമേരിക്ക നിലവിൽ പറയുന്നത് പോലെ ഇൻഡെഫിനിറ്റ് ആയിട്ട്, അതായത് ഭാവിയിൽ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല എന്നൊരു ഉറപ്പൊന്നും ഇറാന് നൽകാനാകില്ല എന്ന് തന്നെ ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇറാന്റെ അംബാസഡർ ആണെങ്കിലും അതുപോലെ ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗങ്ങളാണെങ്കിലും പിന്നീട് പല ആവർത്തി മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ തന്നെ ഈ ആണവ സ്വാതന്ത്ര്യം, ഇറാൻ ആണവ സ്വാതന്ത്ര്യം നൽകുന്ന വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിർദ്ദേശം തന്നെയാണ് നിലവിൽ പാകിസ്ഥാന് മുന്നിൽ ഇറാൻ സമർപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ചുള്ള വിഷയമാണ്. ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം അവസാനിപ്പിച്ചാൽ മാത്രം ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കാം എന്നാണ് നിലവിൽ പാകിസ്ഥാന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇപ്പോഴാണെങ്കിലും ഭാവിയിലാണെങ്കിലും ഇറാനെതിരെ യാതൊരുവിധ ആക്രമണങ്ങളും നടത്തില്ല എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രം ഈ 2 വിഷയങ്ങളും ചർച്ച ചെയ്യാം എന്നും ഇറാൻ നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിലുള്ള ഏറ്റവും പ്രധാനമായിട്ടും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത വിഷയം തീർച്ചയായിട്ടും ആണവ വിഷയം തന്നെയാണ്. അതിൽ ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വിമാനത്തിലേക്ക് കയറുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇറാൻ ഒരിക്കലും ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് തന്നെ. അത് ട്രംപ് ഉറപ്പിച്ച് വീണ്ടും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു കാര്യം അമേരിക്ക ഇനി സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് US-ന്റെ വലിയൊരു പരാജയമായി വിലയിരുത്തപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ട്രംപിന്റെ ചില അടുത്ത ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഈ ആവശ്യങ്ങൾ, ഇറാന്റെ നിർദ്ദേശങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല എന്ന്. ഇപ്പോൾ നിലവിൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. കരോലിൻ ലെവിറ്റ് പറയുന്നത് ഇത് ട്രംപിന്റെ പരിഗണനയിലാണ്. ട്രംപ് ദേശീയ കൗൺസിൽ ഉദ്യോഗസ്ഥരുമായിട്ട് ഇത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉപദേഷ്ടാക്കളുമായിട്ട് ഉൾപ്പെടെയുള്ള ചർച്ചയ്ക്ക് ശേഷം ട്രംപ് തന്നെ ഇതിൽ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ കരോലിൻ ലെവിറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റു ചില ഉദ്യോഗസ്ഥർ ചില മാധ്യമങ്ങൾക്ക് നൽകുന്ന ഇൻസൈഡ് റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഇറാന്റെ ഈ നിർദ്ദേശങ്ങളിൽ തീർത്തും ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. തീർച്ചയായും. അതിനിടയിൽ മറ്റൊരു ഉപരോധ ഭീഷണിയുമായി US രംഗത്ത് വന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.